ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL 2024 പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് ആദ്യം എന്താണ് നമുക്ക് പറയണമെന്ന് നോക്കാം. ഒരു ഷോപ്പ് കീപ്പർ ഷുഗർ സെല്ല് ചെയ്യുന്നുണ്ട്. 44.8 സെല്ലിംഗ് പ്രൈസ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 12%. ദെൻ ഇതിലോട്ട് വെള്ളം ഒലിച്ചിറങ്ങിയത് കാരണം 1/5 ഷുഗർ എന്ത് ചെയ്തു? ഡാമേജ് ചെയ്തു. ഇനി ഇത് എത്ര രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ മൊത്തം പ്രോഫിറ്റ് 5% കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ആക്ച്വലി ഒരു ലോജിക്കൽ രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഏതാണേലും നമുക്ക് ആക്ച്വലി എന്ത് വേണം? തുടക്കത്തിലെ തന്നെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. ഫൈനൽ സെല്ലിംഗ് പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ 100 രൂപയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞെടുത്തതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് 12%. അതായത് 100 രൂപയുടെ കൂടെ 12 കൂടി കൂട്ടിയിട്ട് 112 രൂപയ്ക്ക് വേണം നമ്മളിത് വിൽക്കാൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒറിജിനൽ വാല്യൂ ആണ് 44.8. ഓക്കെ. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ 44.8 ഡിവൈഡ് ബൈ 112. കോസ്റ്റ് പ്രൈസ് നമ്മൾ 100 എടുത്താൽ അപ്പോൾ ഇൻറ്റു 100 ചെയ്യുക രണ്ട് സൈഡിലും. അപ്പോൾ 44.80 ഡിവൈഡ് ബൈ 112 എന്ന് പറഞ്ഞിട്ട്, കാരണം ഒരു പോയിന്റ് പോകും, ഇതിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് പോകും, 44.80 എന്ന് പറഞ്ഞു കിട്ടും. ഇത് തമ്മിൽ കട്ട് ചെയ്ത് പോയിട്ട് 40 എന്ന് പറഞ്ഞു കിട്ടും. സോ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 40 ആണ്. ഇനി 1/4 ഷുഗർ ഡാമേജ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആദ്യം വിചാരിക്കേണ്ടത് 5 കിലോ ഷുഗർ ഉണ്ടെന്ന് വിചാരിക്കുക. 5 കിലോ ഷുഗർ ഉണ്ട്, അതിൽ 1 കിലോ ഡാമേജ് ആയി. ബാക്കി 4 കിലോ കയ്യിലുണ്ട്. ഓക്കെ, 4 കിലോ കയ്യിലുണ്ട്. നമുക്ക് എന്തറിയാം? നമുക്കറിയാവുന്നത് എല്ലാത്തിൻ്റെയും കോസ്റ്റ് പ്രൈസ് 40 ഓരോ കിലോയ്ക്ക് 40 രൂപയാണ്. അപ്പോൾ ഈ ആദ്യമേ തന്നെ വെള്ളം ഒലിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഒരു 40 രൂപ നഷ്ടം വന്നു. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട ഈ 40 രൂപയുടെ നഷ്ടം നമ്മുടെ നികത്തണം. 40 രൂപയുടെ നഷ്ടം നമ്മൾ എന്ത് ചെയ്യണം? നികത്തണം. 40 രൂപയുടെ നഷ്ടം നികത്താനായിട്ട് ഈ 40 രൂപ എന്ത് ചെയ്യണം? നമ്മൾ കവർ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഈ 40 രൂപ അടുത്ത പ്രാവശ്യം ഈ 4 വിൽക്കാൻ നേരത്ത് ഓരോന്നിനും 10 വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ ആ നഷ്ടം നികന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ആ 40/10. ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല, ഞാൻ ഈ ഒരു മെത്തേഡ് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എത്ര വരും? ഓരോന്നിനും 10 രൂപ. ഓക്കെ, ഇപ്പോൾ 50 നമ്മുടെ നഷ്ടം നികന്നു. ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഓരോന്നിനും എത്രയാണ്? 50. നമ്മുടെ നഷ്ടം ഇപ്പോൾ നികന്നു കിട്ടി. ഇനി ഇപ്പോൾ ലാഭം ഉണ്ടാക്കണം. ലാഭം എത്രയാണ് വേണ്ടത്? ടോട്ടലിന് 5%. ടോട്ടൽ നമുക്ക് ചിലവെന്ന് എത്രയാണ്? 5 കിലോയുണ്ട്, 40 രൂപയാണ് വില. സോ ലാഭം എന്ന് പറയുന്ന 5%. 5%ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 1/20. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ 10 രൂപയാണ് പ്രോഫിറ്റ് വേണ്ടത്. ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 10 രൂപ. ഇത് ഈ 4 കിലോയ്ക്കുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ 10 രൂപ ഇനിയിപ്പോൾ നമുക്ക് 4 വിൽക്കാൻ പറ്റും, 5 വിൽക്കാൻ പറ്റത്തില്ല, കാരണം ഒരെണ്ണം ഡാമേജ് ആയല്ലോ. ഈ 4 വിൽക്കുമ്പോൾ ഈ 10 രൂപ കിട്ടണമെങ്കിൽ ഓരോന്നിനും 2.5 രൂപ കൂടി വെച്ച് നമുക്ക് കയറി പോകണം. നമുക്ക് എന്ത് ചെയ്യണം? കയറി പോകണം. ദെൻ ഇതിങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, ലോജിക്കലായിട്ട് ആലോചിച്ചാൽ മതി. അപ്പോൾ സോ ടോട്ടൽ എത്ര വരും? 52.5 ആയിരിക്കും സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, അതിന് ആലോചിച്ചാൽ മതി. ആദ്യമേ 40 രൂപ നഷ്ടമാണ്. ആ 40 രൂപ എന്ത് ചെയ്യണം? 4 വിറ്റിട്ട് 40 രൂപ ആദ്യം കവറപ്പ് ചെയ്തെടുക്കണം. 40 രൂപ കവറപ്പ് ചെയ്യാനായിട്ട് ഓരോന്നിനും 10 രൂപ വെച്ച് കയറ്റണം. അപ്പോൾ 40/10. ഇനി അടുത്തത് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് എത്ര വരണം? ടോട്ടൽ 200 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാങ്ങുന്നു, അതിന് 5% പ്രോഫിറ്റ് കിട്ടണം. സോ 10 രൂപ. ആ 10 രൂപ 4 വിൽക്കുമ്പോഴാണ് കിട്ടുന്ന 2 രൂപ വെച്ച് കയറണം. ഓക്കെ, 52,000. ഇതിന് ഈ ഒരു രീതിക്ക് തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇത് ഒരു മെത്തേഡാണ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് അല്ലാതെയും ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ സ്പീഡിൽ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇതൊരു മെത്തേഡാണെന്നേ ഞാൻ പറയുന്നുള്ളൂ.